സ്ത്രീ സുരക്ഷിതയല്ല, സ്ത്രീ ക്രൂരമായി വധിക്കപ്പെടുന്നു. ഡ്രഗ്സും മാഫിയകളും അവരുടെ സാമ്രാജ്യത്തെ ശക്തിപ്പെടുത്തിയപ്പോൾ നമുക്ക് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമാണ് നഷ്ടപ്പെട്ടത്. സ്ത്രീയെ അമ്മയായി പൂജിക്കുന്ന നാട്. പക്ഷേ ഇന്നും ചൂട് പിടിപ്പിക്കുന്ന വാർത്ത സ്ത്രീ പീഡനവും ക്രൂരവധങ്ങളുമാണെങ്കിൽ യഥാർത്ഥത്തിലെ വില്ലൻ ഡ്രഗ്സ് ഒളിഞ്ഞിരിക്കുകയല്ലേ? കണ്ടോ കണ്ടോ ഈ സമൂഹം എന്ത് കാണണം എന്ത് കാണണ്ട എന്ന് ഞാൻ തീരുമാനിക്കും. ഇത് കാലം വരുത്തിയ മാറ്റമല്ല, നിന്റെ മരണത്തിനായി ഞാൻ ഒരുക്കിയ തോക്കുക. ഞങ്ങളൊക്കെ ഇങ്ങനെ പതിക്കാനും ജോലി ചെയ്യാനും തുടങ്ങിയാൽ നമ്മുടെ ഡ്രഗ്സ് ആര് വിൽക്കും, ആരുപയോഗിക്കും? എത്ര നാളെ കണ്ടിട്ട്? ഇന്ന് വൈകിട്ട് ഗ്യാങ്ങിലോട്ട് വാ, നമുക്കൊന്ന് കൂടണ്ടേ? അതോ ഇന്ന് എക്സാം ഒന്നും പഠിച്ചല്ലേ? ഈ പാരന്റ്സും ടീച്ചേഴ്സും വലിയ തലവേനയാ. നീ എന്നെ വിളിക്ക്, ഞാൻ വരാം. ഈ ജ്യൂസ് ഭയം ജനിപ്പിക്കുന്നു. അല്ല, അടിച്ചു തകർക്കേണ്ടത് ഭാരതത്തിന്റെ നാട്ടാണ്, വിദ്യാർത്ഥി സമൂഹം. രാഹുൽ, നീ എന്റെ എക്സാം എഴുതാത്ത? ഞാൻ എക്സാം എന്താ ടീച്ചറെ? നീ ഇരിക്കി. രാഹുൽ, നീ ഇരിക്കവിടെ. ഞാനാ? ഞാൻ വേണ്ട. രാഹുലിനോട് വേണ്ട. അല്ല, നിങ്ങളൊന്ന് പിടിച്ചൊന്ന് ഇരുത്തിയേ. നിനക്ക് 2 തവണ ഞാൻ വാണിംഗ് തന്ന, എന്നിട്ടും നിന്റെ പേരൻസിനെ ഞാൻ വിളിക്കട്ടെ? പറയടാ. ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാ ഇവൻ ഈ കോലത്തിൽ സ്കൂളിൽ വിട്ടതെന്ന്? ഇതാണ് നമ്മുടെ പരസ്യം. ടീച്ചേഴ്സിനെയും പാരന്റ്സിനെയും വാണി ഇവരോട് എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അതേവർ ചെയ്യൂ. അതാണ് ഞാനിവിടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കണ്ടില്ലേ സാമൂഹ്യ തകർച്ച? കുടുംബത്തിൽ അച്ഛനും അമ്മയും പിന്നെ കുടുംബിനും മനസ്സിലായിരുന്നു. അവരെ തെറ്റാകുമ്പോ ശിക്ഷ തക്ക സമയത്തുണ്ടാവും. ഇപ്പൊ ശിക്ഷിക്കാറുണ്ടോ? ജയിൽ മാസം അനുഭവിച്ചു മുനി. രാഹുൽ, കുട്ടി എന്തി സദാ നേരം കഥകടിച്ച് ഞാൻ സമ്മതിക്കില്ല. ചത്തോ ചത്തോ? അമ്മയെ ക്രൂരമായി കൊല്ലണ്ടേ? വേണ്ടേ? അമ്മ വീട്ടിൽ ജനിക്കാം. അതുകൊണ്ടാ ഒന്ന് അച്ഛനെ വലിച്ചു തീർത്ത ഓരോ പുകച്ചുരുളിലും എരിഞ്ഞു തീരുന്ന